കോൺഗ്രസിൽ കേരളത്തിലും നേതൃമാറ്റമുണ്ടാകുമെന്ന് കെ മുരളീധരൻ. നിലവിൽ ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. KPCC പ്രസിഡന്റിനെ മാറ്റുമെന്നത് തെറ്റായ പ്രചാരണമാണ്. കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. പ്രവർത്തിക്കാതെ പദവി മാത്രം കൊണ്ടു നടക്കുന്ന കുറെ പേർ പാർട്ടിയിലുണ്ടെന്നും അവരെയെല്ലാം മാറ്റി നിർത്തുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. AICC നേതൃത്വത്തിന്റെ തീരുമാനം സ്വാഗതാർഹമാണ്. DCCകൾക്ക് കൂടുതൽ ചുമതല നൽകണം. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ UDF 20,000 വോട്ട് ഭൂരിപക്ഷത്തിന് ജയിക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അവ്യക്തതയുമില്ല. ആരെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്നാണ് PV അൻവർ പറഞ്ഞത്. കേരളത്തിൽ ലഹരി വ്യാപകമാകുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടാണ്. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ പ്രചാരണം നടത്തും, മറുഭാഗത്ത് ലഹരി ഒഴുക്കുകയാണ്. കൂടുതൽ ഇളവ് ഒരു ഭാഗത്ത് നൽകുക, മറുഭാഗത്ത് ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുക്കുക. ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. സർക്കാർ വിചാരിച്ചാൽ ഈ ലഹരിയൊക്കെ കുറേ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. എക്സൈസിനെയും പോലീസിനെയും ഒക്കെ നോക്കുകുത്തിയായിക്കൊണ്ട് ലഹരി മാഫിയെ കയറൂരി വിട്ടു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മദ്യത്തിന് ഇന്ന് കൊടുക്കുന്ന പ്രാധാന്യം. ഇപ്പോൾ മദ്യത്തിന് ഇനി ഏപ്രിൽ 1-ാം തീയതി പോലും അവധിയില്ല. കുടിക്കേണ്ടവർക്ക് ഇഷ്ടം പോലെ കുടിക്കാമെന്നാണ് സർക്കാർ നയം. എന്നിട്ട് മദ്യം കുടിക്കില്ല എന്ന് മന്ത്രിമാർ പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുക, ആളുകളെ കൊണ്ട് കുടിപ്പിക്കുക. അതാണ് സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്. ഇന്ന് ലഹരി കേരളത്തിൽ ഏറ്റവും വ്യാപകമായതിൻ്റെ കാരണം സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. കഴിഞ്ഞ 9 വർഷക്കാലം ഇവരെ കയറൂരി വിട്ടതിൻ്റെ ദുരന്തമാണ്. പണ്ട് പറയുമല്ലോ, മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക. മദ്യമാഫിയ തുറന്നു വിടുക, അതുപോലെ മയക്കുമരുന്ന് മാഫിയ തുറന്നു വിടുക, മറുഭാഗത്ത് പ്രതിജ്ഞ ചൊല്ലുക. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശം തെറ്റാണ്. AK ആന്റണിയും ഗംഗാധരനും ജയിച്ചത് മലപ്പുറത്തു നിന്നാണ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഉപയോഗിച്ച് പലരും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുണ്ട്. അതിവിടെ വിലപ്പോവില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുടെ പൊന്നാനിയിൽ അവിടെ MP ഗംഗാരൻ TK MC ആയിട്ട് 2001 മത്സരിച്ചപ്പോൾ ജയിച്ച MP ഗംഗാരനാണ്. അപ്പോൾ ഇത്രയും ഒരു വിശാല മനസ്സുള്ള ഒരു ജില്ലയെ ഈ രീതിയിൽ പറഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആര് ശ്രമിച്ചാലും അത് കേരളത്തിൽ നടക്കില്ല. പിണറായി എത്ര ദിവാസ്വപ്നം കണ്ടാലും 3ാം പിണറായി സർക്കാരോ 3ാം LDF സർക്കാരോ കേരളത്തിൽ ഉണ്ടാവില്ല. ദേശീയ ജനറൽ സെക്രട്ടറി വന്നാലെന്താ? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇതുവരെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിനെ കാണുമ്പോൾ മടിക്കുത്തഴിച്ചിട്ടിരുന്നു. ഇനിയിപ്പോൾ അത് വേണ്ട. രണ്ടും കേരളക്കാരായതുകൊണ്ട് ആ പ്രശ്നമില്ല. UTV ന്യൂസ്, പാലക്കാട്.